മാമലകളുടെ മടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചു സുന്ദരിയായ എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. സാധാരണഗതിയിൽ മഞ്ഞ് പെയ്ത്ത് ഇത്ര നേരത്തെ ഈ പ്രദേശങ്ങളിൽ പെയ്യാറില്ല. സദേൺ കാലിഫോർണിയയിലുള്ള ബിഗ് ബെയർ ലേക്കിനൊക്കെ ചേർന്ന് കിടക്കുന്ന മലനിരകളിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ പിറകിലായിട്ട് ഇതാ മഞ്ഞ് പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. മഞ്ഞ് ഇനി കൂടുതലായിട്ട് പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പ്രദേശത്തെക്കുറിച്ചല്ല നിങ്ങളുമായിട്ട് സംവദിക്കാൻ വരുന്നത്. നമ്മുടെ കൊച്ചു സുന്ദരിയായ കേരളം എന്ന സംസ്ഥാനം, അവിടെ നമ്മളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടന്നിരുന്ന മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും സാമുദായിക സംഘടനകളെയും കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കാനുള്ളത്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞ പോലെ ഒക്ടോബർ 3, 2024 ചെറായി മുനമ്പം ഏരിയയിൽ അവിടുത്തെ പാവപ്പെട്ടവരായ മുക്കുവരും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള വ്യക്തികളും അനുഭവിക്കുന്ന യാതനകൾ വഖഫ് എന്ന വിഷയത്തിൻ്റെ പേരിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റം വീണ്ടും വരുന്നതായിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം അറിയാഞ്ഞതുകൊണ്ടല്ല, അവിടെയുള്ള പാവപ്പെട്ടവർ നമ്മുടെ മാധ്യമങ്ങളെ ഓരോരുത്തരായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു, ഒന്ന് സഹായിക്കൂ, മുഗൾ സാമ്രാജ്യം തിരിച്ചു വരുന്നു, അവർ ഞങ്ങളുടെ ഭൂമി കൈയടക്കാൻ വീണ്ടും വരുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല. ശ്രീകണ്ഠൻ നായരുടെ 24, ഡോക്ടർ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ, മാമൻ മാപ്പിളയുടെ മനോരമ, മാതൃഭൂമി തൊട്ട് മെക്കാ സ്റ്റാർ നടത്തുന്ന കൈരളി, അധ്വാനിക്കുന്നവൻ്റെ മെക്കാ സ്റ്റാറിൻ്റെ കൈരളി, ബ്രിട്ടാസ് താഴെ, എന്നിട്ട് അവർക്കൊക്കെ ഇപ്പോൾ ബോധം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ഞാൻ ആ ഗ്രാമത്തിലുള്ള കുറച്ച് വ്യക്തികളുമായിട്ട് ഇന്ന് ചെറായി മുനമ്പം പ്രദേശത്തുള്ള കുറച്ച് വ്യക്തികളുമായിട്ട് ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയാ, ഇവിടെ മാധ്യമങ്ങളെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല, റിസോർട്ടുകളൊക്കെ ഫുള്ളാണ്, അവരിപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. കാരണം ഇത് കൈവിട്ടു പോയി. അവരുടെ ഒന്നും ഈ മാധ്യമങ്ങളുടെയോ രാഷ്ട്രീയക്കാരുടെയോ കയ്യിലൊന്നും ഒതുങ്ങാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് അവിടെ വരാതെ നിവൃത്തിയില്ലാതെ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. മൈക്കും കുന്തവും കുടച്ചക്രവും ക്യാമറയുമായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് ചെറായി മുൻപം പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥിതിയാണെന്നാണ് ആ ഗ്രാമവാസികൾ പറയുന്നത്. അതോടൊപ്പം വേറെ രസകരമായ ഒരു സ്ഥിതി, SDPI അവിടെ സമരം ചെയ്യുന്നു ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പുറത്ത് സമസ്തയുടെ ഉമ്മർ ഫൈസി മുക്കം പറയാണ്, ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ഈ സ്ഥലം വിട്ടുകൊടുക്കില്ല, ഇത് വഖഫിൻ്റെ തന്നെയാണ്. ഇപ്പുറത്ത് SDPI എന്തുകൊണ്ട് PFIനെയും കൂടി വിളിച്ചു കൊണ്ടുവരായിരുന്നില്ലേ ഈ സമരത്തിലേക്ക്? അവിടെയുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് പറയട്ടെ. അവർ ഈ ബൈബിളിലൊരു വചനമുണ്ട്, സർപ്പത്തെ പോലെ ജ്ഞാനികളായിരിക്കണം നിങ്ങളെന്ന്. അതുപോലെ അവർക്കറിയാം ആരാണ് അവരെ കൊല്ലാൻ വരുന്നതെന്നും ആരാണ് അവരെ നന്നാക്കാൻ വരുന്നതെന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവർ പറഞ്ഞു, സമരം ചെയ്തോ വിട്ടോ, സമരം നിങ്ങൾ എന്തായാലും സമരം ചെയ്യാൻ വന്നു, ഉറക്കെ വിളിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് നിങ്ങൾ പൊക്കോ എന്നാണ് പറഞ്ഞത്. അവർക്കൊരാളെയും വിശ്വാസമില്ല. കാരണം അവരനുഭവിച്ചത് അതിന് മാത്രമാണ്. കാരണം ഇന്നും 2022 ഡിസംബർ 12 മുസ്ലിം ലീഗിൻ്റെ KPA മജീദ് ഇത് വഖഫിൻ്റെ ഭൂമി തന്നെയാണ്, ഒരുത്തനും കിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു കേരള നിയമസഭയിൽ. ഇത്ര നാളുള്ള പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ വന്ന് അവിടെ തമ്പടിച്ചിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു നിങ്ങൾ ശ്രീകണ്ഠൻ നായരെ? എവിടെയായിരുന്നു ഡോക്ടർ അരുൺകുമാർ? എന്നിട്ടും നിങ്ങൾ ഹാഷ്മിയൊക്കെ വന്നിട്ട് വലിയ മോണോലോഗ് തള്ളാറുണ്ടല്ലോ. ഞാൻ ഇന്നറിഞ്ഞൊരു സത്യം നിങ്ങളോട് പറയാം. വലിയൊരു മോൾ മുതലാളി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരിക്കുക. അദ്ദേഹം കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ മോള് പണിയുന്ന സമയത്ത് വ്യക്തമായിട്ടും അനധികൃതമായിട്ട് ഭൂമികൾ മണ്ണിട്ട് നികത്തി അവിടുത്തെ പ്രകൃതിയെയും നശിപ്പിച്ച് എല്ലാ രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുത്തിട്ട് തന്നെയാണ് അവിടെ അനധികൃതമായിട്ട് മാള് പണിതത്. നമ്മുടെ സ്വന്തപ്പെട്ട ബോൾഗാട്ടി പാലസ് വരെ വിലയിട്ട് കൊടുത്തു. ചരിത്ര പ്രാധാന്യമുള്ള പരമ്പരാഗതമായിട്ടുള്ള ആ ബോൾഗാട്ടി പാലസ് വരെ ഇവന്മാരും ചില്ലിക്കാശിന് വിറ്റുകൊടുത്തു മാള് മുതലാളിക്ക്. ഈ ചെറായി മുൻപം പ്രദേശം ടൂറിസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ മോള് മുതലാളിക്കും റിസോർട്ട് മാഫിയയ്ക്കും വേണ്ടിയിട്ട്
അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വഖഫായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും തീരദേശ പ്രദേശത്ത് റിസോർട്ടുകൾ പണിയുന്നതിന് വേണ്ടി പലരുടെ വ്യക്തികളിൽ നിന്നും വഖഫ് എന്ന പേരും പറഞ്ഞ് ഭൂമി കൈയടക്കി റിസോർട്ട് പണിത ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളും ചൂട്ടുപിടിച്ച് രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ല വില്ലന്മാർ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ. അവരങ്ങോട്ട് അവരെ തെറി പറയുന്നു, ഇങ്ങോട്ട് തെറി പറയുന്നു, ഇടതും വലതും അങ്ങോട്ടും കളിച്ച് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ നമുക്കറിയാം. ഈ മോള് മുതലാളിയുടെ കയ്യിൽ കിടക്കുന്ന ആൾ മാത്രമാണിത്. അതിനോടൊപ്പം പിടിക്കാനായിട്ട് മക്ക സ്റ്റാർ ഉണ്ട്, മെക്ക സ്റ്റാറിനോടൊപ്പം ഒരു ബ്രിട്ടാസ് ഉണ്ട്. ഇവരൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗം എന്നും പറഞ്ഞ് നടക്കാം. പക്ഷേ കാലം മാറി. ഇനി വരുന്ന തലമുറയുണ്ടല്ലോ, ഇതൊന്നും നോക്കിയും കണ്ടും ഇരിക്കില്ല. പണ്ട് DYFI എന്നും യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് വലിയ നല്ല യൂത്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവരെയൊക്കെ വിലയിട്ടെടുത്തിരിക്കുകയാണ്. ഇനി വേറൊരു അടി കിട്ടിയിരിക്കുന്ന വിഭാഗത്തെ പറയാം. ഈ ഒരു വിഷയം പാവപ്പെട്ടവരായതുകൊണ്ട് പൊന്തി വരില്ല എന്നൊരു വിചാരം മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ റാഫേൽ തട്ടിൽ പോലെയുള്ള പിതാക്കന്മാരും മറ്റ് സാമുദായിക നേതാക്കന്മാരും അവിടെ വന്ന് തമ്പടിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ കൈവിട്ടു പോയി. ആ കൈവിട്ടു പോയോടുകൂടി മോള് മുതലാളിയുടെ അത്യാഗ്രഹം മൂലം സുഡാപ്പികളുടെ കടവേര് വെട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. സുഡാപ്പി കാരണം ഈ മോള് മുതലാളിയുടെ അത്യാഗ്രഹം കാരണമാണ് ഈ സുഡാപ്പികൾ പ്രതീക്ഷിക്കാത്തോടത്ത് എത്തി നിൽക്കുക. ഇപ്പം കോൺഗ്രസ് പാർട്ടി എന്തായാലും ലീഗിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർവെയർ ഊരി കൊടുത്തിരിക്കുകയാണ്. ലീഗ് അത്രയും ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് മക്ക സ്റ്റാറിൻ്റെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൈരളി ചാനലും ഇവരൊക്കെ ഇനി അവിടെ നിൽക്കേണ്ടത്. ഇനിയും തെരഞ്ഞെടുപ്പുകളും വരും, കാര്യങ്ങളും വരും. പിന്നെ വേറൊരു വലിയ സ്റ്റാറുണ്ട്, സൂപ്പർ സ്റ്റാർ, ലക്ഷദ്വീപ് സേവ് ചെയ്യാൻ പോയത്. അവിടെ ഒന്നും വിനോദസഞ്ചാരം വരാൻ പാടില്ല, ലക്ഷദ്വീപിലെ സ്നേഹമുള്ള ആൾക്കാരാന്നുള്ളത് അയാളെ മുനമ്പത്ത് അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് പോണം മിസ്റ്റർ പൃഥ്വിരാജ്, മുനമ്പത്ത് പോണം. താങ്കൾ കൊച്ചിയിലല്ലേ താമസിക്കുന്നേ? മുനമ്പം വരെ പോയുന്ന ആ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ വിവരം പറയ്. ഇനി മുഗൾ സാമ്രാജ്യം ഇവിടെ പറ്റില്ല എന്ന് പറ. എന്താ താങ്കൾക്ക് പോകാൻ പറ്റാത്തേ? റാഫ ഷെയ്ബെയ്തോനും പോവാം, ഫഹദ് ഫാസിലിനും പോവാം, ആർക്കും പോവാം. അവിടെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ പാവമുക്കുവർ ഇതൊന്നും ഇവിടെ ഈ വിഷയം ഇവിടെ നിൽക്കില്ല. മുഗൾ സാമ്രാജ്യത്തെ ഇനി തിരിച്ചു വരാനുള്ള നമ്മുടെ ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് വീണ്ടും മുഗൾ സാമ്രാജ്യം വീണ്ടും വരാനായിട്ട് ഉള്ള ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, കോളനിവൽക്കരിക്കാനും അടിമച്ചന്തകൾ നടത്താനും ആയിട്ട് കാട്ടറബിയുടെ വക്കാലത്തും എടുത്ത് വന്നിരിക്കുന്ന മോള് മുതലാളിമാരെയും ഒക്കെ ഇതിനെ അടിച്ച് തന്നെ ഓടിച്ചിരിക്കുമെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ്.